നമുക്കിന്നൊരു എഗ്ഗ് പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പിന്നെ ഒരു സൽസയും, ടൊമാറ്റോ സൽസ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മുട്ട, ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങാൻ വെക്കാം. അപ്പോൾ അതൊന്ന് മുട്ട പുഴുങ്ങിയിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതൊന്ന് ചൂടായി വരുമ്പം നമ്മുടെ മുട്ട അതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളതൊന്ന് സ്ലിറ്റാക്കിയിട്ട് വെച്ചാൽ നമുക്ക് മസാല അതിൻ്റെ ഉള്ളിലോട്ട് ഈസി ആയിട്ട് കയറും. ഞാനത് ആദ്യം മറന്നുപോയി. ഞാൻ പിന്നെ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല എളുപ്പത്തിൽ കയറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കത്തിയെടുത്തിട്ടൊരു സ്ലിറ്റാക്കി കൊടുത്താൽ മതി എഗ്ഗിന്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ എന്താ വെച്ചാൽ അത് മാറ്റി വെക്കാം. അതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി പുലാവിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ വഴറ്റാൻ എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് തക്കോലം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫൊക്കെ ഇടുക. അതിൻ്റെ കൂടെ നമ്മളൊരു 2 സവാളയും. അപ്പോൾ അത് കുറച്ച് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും പച്ചമുളകും അത് മിക്സിയിലടിക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർക്കാം. അപ്പോൾ അത് കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ 2 ടൊമാറ്റോ പേസ്റ്റ് ചെയ്തത് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ലെമൺ ജ്യൂസ് എടുത്തിട്ട് പിഴിയുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും, ആ 2 മസാല മാത്രമേ വേണ്ടൂ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ്, അപ്പോൾ അത് ഞാൻ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ. അപ്പോൾ 3 കപ്പ് വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ച അരി, നമ്മൾ ബസ്മതി റൈസ് 2 കപ്പ് ബസ്മതി റൈസ് അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും കൂടെ അതിൽ ആഡ് ചെയ്ത് അടച്ചു വെക്കാം. ജസ്റ്റ് കുറച്ച് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യും കൂടെ ചേർത്ത് ഇപ്പോൾ നമ്മളെ നല്ല എഗ്ഗ് പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ടൊമാറ്റോ വെച്ചിട്ടൊരു സൽസ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോയും മല്ലിയിലയും ഗ്രീൻ ചില്ലിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ക്രഷ്ഡ് ചില്ലി അതത്ര നിർബന്ധമില്ല. ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കുറച്ച് ലെമൺ ജ്യൂസും അതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ടൊമാറ്റോ സൽസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിലിട്ട് കൊടുത്താൽ നമ്മുടെ സൽസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള എഗ്ഗ് പുലാവും സൽസയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.